ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഇത് 6ാമത്തെ സീസണാണ്. സീസൺ 1 മുതൽ കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു കാര്യം പറയാതിരിക്കാനായിട്ട് പറ്റില്ല. ഈ സീസണുകളിലെല്ലാം തന്നെ ഏറ്റവും അഹങ്കാരിയായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സീസണിലാണ്. അത് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആരെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. മറ്റാരുമല്ല, കോമണർ എന്ന ലേബലിൽ വന്ന രശ്മിൻ ഭായ് ആണ് കേട്ടോ. ഇന്നലെ ശരിക്ക് ലാലേട്ടനെ പുല്ല് വില കൽപ്പിച്ചുകൊണ്ടാണ് രശ്മിൻ എപ്പിസോഡിൽ സംസാരിച്ചത്. നമ്മളെല്ലാവരും കണ്ടു. ലാലേട്ടൻ തിരിച്ച് നല്ല മറുപടി കൊടുത്ത് കട്ടയ്ക്ക് പറഞ്ഞ് അവിടെ എത്തിച്ചു. പക്ഷേ രശ്മിൻ ഇന്നലെ ചെയ്തത് ശരിയാണോ എന്നുള്ള കാര്യം രശ്മിൻ തന്നെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിഞ്ഞ ആഴ്ച അങ്ങനെ കളിച്ച് വരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ ഈ ഒരൊറ്റ എപ്പിസോഡ് കൊണ്ട് പുറത്ത് ഫുൾ നെഗറ്റീവായിട്ടുണ്ടാവും രശ്മിന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മഹാനടൻ എന്നുള്ളത് പോട്ടെ, അദ്ദേഹം അവിടെ വരുന്നത് പുറത്തുള്ള ആളുകളുടെ, അതായത് ഈ 24 മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് ലാലേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമാണ്. അത് ലാലേട്ടൻ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ലാലേട്ടനല്ല ചോദിക്കുന്നത്, പുറത്തുനിന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ചോദ്യമാണ് എന്നുള്ളത് ലാലേട്ടൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ആ ലാലേട്ടനോടാണ് രശ്മി ചോദിക്കുന്നത്, ലാലേട്ടൻ 24 മണിക്കൂർ ഈ പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ എന്നുള്ള അറിയില്ല, കാണാൻ സാധ്യതയില്ല എന്നൊക്കെ. ലാലേട്ടന് പിന്നെ തീയായി മാറി എന്ന് തന്നെ പറയാം. പൊട്ടിത്തെറിച്ചെന്നൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് ലാലേട്ടൻ തീയായി മാറി. ആ തീയിൽ രശ്മിൻ ഭായ് ഇന്നലെ ശരിക്കും കത്തിക്കരിഞ്ഞു എന്ന് തന്നെയാണ് പറയേണ്ടത്. ലാലേട്ടൻ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, ആരാണ് നിങ്ങളോട് പറഞ്ഞത് ഞാനിത് കണ്ടിട്ടില്ല എന്നുള്ളത്? ലാലേട്ടൻ ഇത് കണ്ടിട്ടില്ലേ? ചിലപ്പോൾ 24 മണിക്കൂർ ലാലേട്ടൻ ഇത് കണ്ടിട്ടുണ്ടായില്ല. പക്ഷേ 24 മണിക്കൂറും കാണുന്ന പ്രേക്ഷകരുണ്ടല്ലോ, അല്ലെങ്കിൽ ബിഗ് ബോസ് ക്രൂ ഉണ്ടല്ലോ, 300-ലധികം വരുന്ന ആളുകൾ ബിഗ് ബോസ് ക്രൂ അവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്രയും ആളുകൾ 24 മണിക്കൂർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ ബിഗ് ബോസ് ഹൗസിലുള്ള ഉള്ളിലുള്ള ആളുകൾക്ക് ഇത് 24 മണിക്കൂറും മറ്റുള്ളവർ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യം ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതോ ഇനി അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ട് ഞങ്ങളെന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിലാണോ പെരുമാറുന്നതെന്നറിയില്ല. എന്തായാലും ഇന്നലെ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടി രശ്മിന്. ഈ 24 മണിക്കൂർ നിങ്ങൾ കാണുന്നുള്ള ചോദ്യത്തിന് കറക്റ്റായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിത് കാണുന്നുണ്ട്, നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും, നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും, ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഞങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ മൈക്ക് ഊരി വെച്ച് സംസാരിച്ചാലും ഞങ്ങൾക്കത് അറിയാൻ പറ്റും. നിങ്ങൾ അതിനകത്ത് എന്ത് ചെയ്താലും ഒരു ഇല അനങ്ങിയാൽ പോലും ഈ പുറത്തുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ബിഗ് ബോസ് ക്രൂവിന് അത് അറിയാൻ പറ്റുമെന്ന് കറക്റ്റായിട്ട് ആ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരെയും, രശ്മിനെ മാത്രമല്ല എല്ലാവരെയും ഇന്നലത്തെ ഒറ്റ എപ്പിസോഡ് കൊണ്ട് ലാലേട്ടന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അവരത് മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത്.